വധിക്കേണ്ടി വരുമെന്നോർത്ത് അസ്ത്രപ്രജ്ഞനായി നിന്ന അർജുനനെ ഗീതോപദേശത്തിലൂടെ വർദ്ധിത വീരനാക്കിയ പാണ്ഡവ പക്ഷപാതി. കണ്ണാ, പരസഹസ്രം വിധവകളെ ഹസ്തിനപുരത്തിന് സമ്മാനിച്ച ഈ മഹായുദ്ധത്തിലെ മഹാസാരഥിയായ നീ എന്റെ മക്കളോട് പകയും വിദ്വേഷവും വളർത്തി അവരെ കൊല്ലിച്ച കൃഷ്ണ, നിന്റെ നാശം ഇതുപോലൊരു സർവനാശമായി നിന്റെ കുലത്തിനും ഉണ്ടാകും. വാസുദേവ കൃഷ്ണ, നീ ഇല്ലായിരുന്നെങ്കിൽ പാണ്ഡുപുത്രന്മാർക്ക് ഒരിക്കലും വിജയിക്കുവാനാകുമായിരുന്നില്ല. ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ അപരാധം ചെയ്തത് നീയാണ് കൃഷ്ണ, നീ മാത്രം. നാം മഹായോഗിനിയായ ധൃതരാഷ്ട്രപത്നി ഇന്നു നിന്നെ നാം ശപിക്കുന്നു. എപ്രകാരമാണോ നമ്മുടെ വംശത്തിന് നാശം സംഭവിച്ചത്, അപ്രകാരം തന്നെ നിന്റെ ദൃഷ്ടിക്ക് മുന്നിൽ വെച്ച് നിന്റെ യാദവ വംശത്തിനും നാശം സംഭവിക്കും. അതൊരു സർവനാശമായിരിക്കും. ഞാൻ അറിയുന്നു ഗാന്ധാരി മാതാവ്. അറിയണം. എപ്രകാരമാണോ നമ്മുടെ ഈ നഗരം ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്നത്, അപ്രകാരം തന്നെ നിന്റെ നഗരവും സമുദ്രത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകും. ഒരിക്കൽ നിന്റെ രാജ്യവും വിധവകളുടെ കണ്ണുനീര് വീണ് നനയും. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ വിലാപസ്വരം നിന്റെ ദ്വാരകയുടെ ചുമരിൽ വീണ് പ്രതിധ്വനിക്കും. ഒടുവിൽ നീ ഏതെങ്കിലും ഒരു വനത്തിൽ ഏകനും അശക്തനുമായി ഒരു വാർദ്ധക്യം ബാധിച്ച മൃഗത്തെ പോലെ ഏതെങ്കിലും ഒരു വേട്ടക്കാരന്റെ അമ്പരയാകുന്നതാണ്. വായിക്കരിയിടാൻ പോലും ഒരു മകൻ അവശേഷിക്കാത്ത ഒരമ്മയുടെ ശാപം. ഇന്നേക്ക് 36 വർഷം തികയുമ്പോൾ നീയും നിന്റെ കുലവും ഉച്ചോട് മുടിയും. യാദവ കൃഷ്ണ, ഈ ശാപം ഒരിക്കലും വ്യർത്ഥമായി പോകില്ല. ഗാന്ധാരി മാതാവേ, അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയല്ലെങ്കിലും ഈ ശാപം ഫലിക്കണം. യാദവ കുലത്തിന് ഞാൻ അടിവരയിടുന്ന കാലത്തിനും അത്രയേ ദൈർഘ്യമുള്ളൂ. ഭഗവാനെ, അടിയന്റെ ആത്മരോക്ഷത്താൽ. ഭഗവാനെ കൃഷ്ണ. ഗാന്ധാരി മാതാവ് ഭാരതവർഷത്തിന് മാറി മാറി വരുന്ന യുഗങ്ങളിൽ ഒരു പാഠമാണ്. മക്കളെ പ്രസവിച്ച് അവരുടെ ചെയ്തികൾ, ദുർനടപ്പുകൾ, സ്നേഹത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ഒതുക്കി വെക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ഭർത്താവ് കാണാത്തത് എനിക്കും കാണേണ്ട എന്ന വാശിയും മക്കളുടെ ദുഷ്ചെയ്തികളും ദുഷ്കർമ്മങ്ങളും ലാളനയുടെ പേരിൽ വിസ്മരിച്ച് അവരെ ശാസിക്കാതെ ചതിയന്മാരുടെ ഉപദേശങ്ങളിൽ നിന്നും തല്ലിയകറ്റാൻ കഴിയാതെ ഒരു കുലം മുടിയാൻ കാരണമാകുന്ന അമ്മമാർക്കിത് ഒരു താക്കീതാണ്. ഭഗവാനെ കൃഷ്ണ. ഭാരതവർഷത്തിൽ കണ്ണുകെട്ടിയ ഗാന്ധാരിമാരിനി വേണ്ട. അവർ മക്കളെ സ്നേഹിക്കുന്നവരാകണം, ലാളിക്കുന്നവരാകണം. ഒപ്പം മക്കൾ തെറ്റു ചെയ്താൽ ശാസിക്കുന്നവരുമാകണം. എല്ലാവർക്കും നന്മകൾ ഭവിക്കട്ടെ.